വെയിറ്റ് ഗെയിനിങ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം ഫസ്റ്റ് എഫക്ട് ചെയ്യുന്നത് ലേഡീസിനെയാണ്. ഇന്നിപ്പോൾ ലേഡീസ് ആണ് കുറച്ച് കൂടുതൽ ഫിറ്റ്നസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിന് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നതും ലേഡീസിനെയാണ്. വെയിറ്റ് ഗെയിനിങ്ങിനാണെങ്കിലും അതുപോലെ പോസ്റ്റ് ഡെലിവറിയിലാണെങ്കിലും വെയിറ്റ് ഗെയിനിങ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം ഫസ്റ്റ് എഫക്ട് ചെയ്യുന്നത് ലേഡീസിനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഫിറ്റ്നസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ വീട്ടിലാണെങ്കിൽ നമ്മൾ ഇപ്പോൾ പണ്ടത്തെ ജനറേഷൻ അല്ല ഇപ്പോഴത്തെ ജനറേഷൻ വിചാരിച്ചിരുന്നത് ജസ്റ്റ് വീട്ടു ജോലികൾ ചെയ്താൽ എനിക്ക് എക്സസൈസ് ആയി എന്നുള്ളതാണ്. ആ ഒരു തെറ്റിദ്ധാരണയെന്ന് ഇപ്പോഴത്തെ ജനറേഷനിലെ ആൾക്കാർക്ക് ഒരുപാട് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇന്നത്തെ ഈ ഒരു കൾച്ചർ വെച്ചിട്ട് വീട്ടിലത്തെ ജോലി കൊണ്ടോ പുറത്തത്തെ ജോലി കൊണ്ടോ തന്നെ നമുക്ക് ഇനഫ് ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഫിറ്റ്നസ് കൾച്ചർ തുടങ്ങണം എന്നാണ്, വീട്ടിൽ തന്നെ തുടങ്ങണം. ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു ഉമ്മ ഒരു ഫിറ്റ്നസ്സിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒന്ന് ഫിറ്റ്നസ്സിലേക്ക് വരാനുള്ള, അല്ലെങ്കിൽ ആ ഫിറ്റ്നസ് ഒരു ഹാബിറ്റ് നിലനിർത്തിക്കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഫിറ്റ്നസ് കൾച്ചർ കൊണ്ടുപോകാൻ ഉള്ളൊരു ഓട്ടോമാറ്റിക്കലി ഒരു ഇൻട്രസ്റ്റ് വരും. അത് ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്, നമ്മുടെ എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. കാരണം റീസെന്റ് ആയിട്ട് നമ്മളുടെ ഒരു സെയിൽ ഉണ്ടായിരുന്നു, നമുക്ക് ഒരു വുമൻസ് ഡേ സെയിൽ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ മിഷൻസ് സെയിൽ കൊണ്ടുപോയതും അല്ലെങ്കിൽ മിഷൻസ് സെയിൽ ആയതും ഇതുപോലെ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടാണ്.